എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ സർക്കാരും സന്നദ്ധ സംഘടനയും എല്ലാം തന്നെ കുറച്ച് നാളുകളായിട്ട് തന്നെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനും ഇതിൻ്റെ ഭാഗമായിട്ട് പല സ്കൂളുകളിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കുട്ടികളെല്ലാം തന്നെ, കുട്ടികൾ മാത്രമല്ല മാതാപിതാക്കളും ഈ ലഹരി ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി വളരെയധികം ബോധവാന്മാരാണ്. പക്ഷേ എന്നാൽ ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലീഗൽ പ്രൊവിഷനെ പറ്റി, ലീഗൽ കോംപ്ലിക്കേഷനെ പറ്റി പലരും അവെയർ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സിന്തറ്റിക് സബ്സ്റ്റൻസുകൾ നമ്മൾ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബുക്ക് ചെയ്യുന്നത് NDPS എന്ന് പറഞ്ഞ ഒരു സെൻട്രൽ ഗവൺമെൻറ് ആക്ടിന് അണ്ടറിലാണ്. NDPS എന്ന് പറഞ്ഞാൽ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ റിഗറസ് പണിഷ്മെൻറ്റ് ഇമ്പോസ് ചെയ്യുന്നൊരു ആക്റ്റാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്ഥിരമായിട്ട് പത്രങ്ങളിൽ കാണുന്നതാണ് MDMA. ഒരു 10 ഗ്രാം, അതായത് ഒരു ടീ ബാഗിന് അത്രയും സൈസുള്ള ഒരു MDMA പാക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 10 കൊല്ലം വരെ പണിഷ്മെൻറ്റ് കിട്ടിയേക്കാം. 50 ഗ്രാം MDMA കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോൾ 20 കൊല്ലം വരെ റിഗറസ് പണിഷ്മെൻറ്റ് കിട്ടാവുന്നതാണ് NDPS ആക്ട്. അതുപോലെ നമ്മൾ സ്റ്റാമ്പ് എന്ന് പറയുന്ന LSD, ഇത് 1 ഗ്രാം കയ്യിൽ വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 10 കൊല്ലം വരെ പണിഷ്മെൻറ്റ് കിട്ടിയേക്കാം. ഞാൻ കണക്കുകൾ പരിശോധിച്ചപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പത്തനംതിട്ടയിൽ മാത്രം കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ 25 വയസ്സിൽ താഴെയുള്ള 224 യുവാക്കളെയാണ് NDPS ആക്ടിൻ്റെ അണ്ടറിൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇത്തരം ആളുകൾക്ക് പണിഷ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് നാളെ 10 കൊല്ലത്തോളം, 10-20 കൊല്ലം ജയിലിൽ കിടക്കും. ഇനി അത് മാത്രമല്ല, പുറത്തിറങ്ങി കഴിഞ്ഞാൽ പോലും ഒരു പാസ്പോർട്ട് എടുക്കാനോ ഒരു ഗവൺമെൻറ് ജോലിക്ക് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനോ പറ്റത്തില്ല. ഇവരുടെയും കുടുംബത്തിൻ്റെയും ഭാവി തന്നെ അവതാളത്തിലാകി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾ ഇത്തരം വഴിയിലേക്ക് പോകുമ്പോൾ ചിന്തിക്കേണ്ടത്, ഇത്തരം ലഹരി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമല്ല ഉണ്ടാകുന്നത്, ഇത്തരം ലീഗൽ കോംപ്ലിക്കേഷൻ, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ മാതാപിതാക്കളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാം ഭാവി അവതാളത്തിലാകുന്ന ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങളിലേക്ക് ചാടുന്നതിന് മുന്നേ ചിന്തിച്ച് വിവേകപൂർവ്വം പെരുമാറുക, പ്രവർത്തിക്കുക. നന്ദി, നമസ്കാരം.